ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ 106:2. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ആര് വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആര് കീർത്തിക്കും? തിരുവചനത്തിലൂടെ ഇന്ന് നമ്മോടും ചോദിക്കുകയാണ്, അവിടുത്തെ അത്ഭുതങ്ങൾ ആർക്ക് വർണ്ണിക്കാൻ സാധിക്കും? ഈ 25 നോമ്പ് അതിന് അസുലഭമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കർത്താവിനെ വർണ്ണിക്കാനും കീർത്തിക്കാനും. അന്ന് വാനമേഘങ്ങളിൽ മാലാഖമാർ എഴുന്നള്ളി വന്ന് ആ അത്ഭുതത്തെക്കുറിച്ച് വർണ്ണിച്ചു പറഞ്ഞു. അത് കേട്ട് ആട്ടിടയന്മാർ പോയി ആ അത്ഭുതം കണ്ടു. മടങ്ങി വരുമ്പോൾ അത് അവർ എല്ലാവരോടും വർണ്ണിച്ചു പറഞ്ഞു. എന്നാൽ ജ്ഞാനികളോട് സംസാരിച്ചു പോകരുത് എന്ന് പറഞ്ഞു അവർ നിശബ്ദരായി മടങ്ങി. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ കർത്താവിനെ വർണ്ണിക്കാൻ, അവിടുത്തെ വാഴ്ത്തിപ്പാടാൻ വലിയ ജ്ഞാനമോ അറിവോ കഴിവോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല. അതിനപ്പുറേ ദൈവത്തിന് പ്രീതികരമായ എളിമ തന്നെയാണ് വേണ്ടത്. അതുണ്ടെങ്കിൽ അങ്ങനെയുള്ള എളിയ മനുഷ്യർക്ക് 1000 നാവ് നൽകും അവിടുന്ന് അവിടുത്തെ വാഴ്ത്തിപ്പാടാൻ. സാധിക്കട്ടെ എളിമയോടെ ഈ 25 നോമ്പിൽ കർത്താവിനെ വാഴ്ത്തിപ്പാടാനും അവിടുത്തെ വർണ്ണിക്കാനും. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.